ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ മിനി വ്ളോഗ്സ് ഫ്രം ചൈന. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സെയിം റെസ്റ്റോറൻ്റാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ ഒരു സാൽമൺ ഡിഷാണ്. ആക്ച്വലി ഈ സാൽമൺ ഡിഷിൻ്റെ പിന്നിലൊരു വളരെ ഓൾഡ് ഒരു സ്റ്റോറി ഉണ്ട്. എൻ്റെയൊക്കെ ഒരു വിചാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഏഷ്യൻ, ഒരു ജാപ്പനീസ്, ചൈനീസ് ഡിഷാണെന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ അങ്ങനൊരു ട്രഡീഷണൽ ഡിഷൊന്നും ആയിരുന്നില്ല ഇത്. ഈ ജാപ്പനീസുകാർ പണ്ട് മുതലേ സൂഷി കഴിക്കുന്നെങ്കിലും പിന്നെ സാൽമൺ അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല. ഈ ഒരു 1990s ആ ഒരു സമയത്തിൽ നോർവേയിൽ ഇഷ്ടം പോലെ സാൽമൺ ഫിഷ് അവൈലബിൾ ആയ സമയത്ത് അവർ ജപ്പാൻകാരെടുത്ത്, ആ സമയത്ത് ജപ്പാൻകാർ ഈ സാൽമൺ ഫിഷ് മാത്രം റോ ആയിട്ട് കഴിക്കുന്നുണ്ടായില്ല, ഗ്രില്ല് ചെയ്തിട്ടോ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു കഴിച്ചത്. കാരണം അതിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും എന്നുള്ളത് കൊണ്ടായിരുന്നു. ബട്ട് ഈ ടൈമിൽ നോർവേ അവരുടെ സാൽമൺ ഫിഷ് എക്സ്പോർട്ട് ചെയ്തിട്ട് ജപ്പാൻകാർക്ക് കൊടുത്തിട്ട് അവരുടെ അടുത്തൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ജപ്പാനിൽ പോപ്പുലറായിട്ട് വന്നൊരു ഡിഷാണിത്. അവർ പിന്നെ ഒരു 2 ഡിഷസാണ് മെയിനായിട്ട് ഈ സാൽമണിൻ്റെ. ഒരു സാൽമൺ സുഷിക, അതേപോലെ ഒരു സാൽമൺ സൂഷി. അപ്പോൾ ഈ ഒരു സാധനം പിന്നെ ജപ്പാനിൽ പോപ്പുലർ ആയതോടുകൂടിയാണ് പിന്നെ അത് ബാക്കി ഏഷ്യൻ കൺട്രീസിൽ പിന്നെ ജപ്പാൻ പോലെ തന്നെ ചൈനയിലും അവൈലബിൾ ആയി തുടങ്ങി. ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാലും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നൊരു ഭയങ്കര പോപ്പുലറായിട്ട് ഉള്ളൊരു ഡിഷാണിത്. അതുപോലെ തന്നെ എക്സ്പെൻസീവും ആണ് കേട്ടോ. കാണുമ്പോൾ ഇതെന്താ പച്ചക്ക മുറിച്ച് വെച്ചാൽ പോരെ എന്നൊക്കെ തോന്നുമെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. അങ്ങനെ ഇതാണ് പിന്നെ അതിൻ്റെ പിന്നിലുള്ളൊരു സ്റ്റോറി. അങ്ങനെ ഇയാൾ ആ ഫിഷ് ഫുള്ള് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാനും കഴിച്ചു. ഇവർ 2 സോസാണ് ഉണ്ടാവുക, സോയ സോസും വസാബി സോസും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വസാബി സോസിനെ കുറിച്ച്